ഞാലിയാലിക്കത്തിട്ട് ഞാൻ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു നിക്കാഹ് വീഡിയോ ആണ്. എൻ്റെ അനിയത്തിൻ്റെ നിക്കാഹായിരുന്നു. 2 ദിവസം മുന്നേ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ, അന്ന് VM സുധീരൻ സാറിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മിസ്സായി പോയതാണ് കേട്ടോ. പിന്നെ എന്തായാലും ആ ഒരു ക്യാരറ്റ് ജ്യൂസും കാണിക്കാം, അതുപോലെ തന്നെ ആ ഒരു നിക്കാഹ് വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി കാണും കേട്ടോ. അത് ആ ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ജ്യൂസിൻ്റെ റെസിപ്പി. അപ്പോൾ ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും, ഓ ഇത്ര ഉള്ളൂ, ഇതാണോ അപ്പോൾ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പം ചിലരൊക്കെ ഉണ്ടാക്കുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കണം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ അത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്കും പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ പ്ലെയിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ കസ്റ്റാർഡും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കസ്റ്റാർഡും അതുപോലെ തന്നെ ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഒന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡും പിന്നെ മധുരത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്, അതും പിന്നെ പാലും, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ക്യാരറ്റ് കസ്റ്റാർഡ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇനി നോമ്പൊക്കെ വരില്ല, അപ്പം ജ്യൂസുകൾ പലതും നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നിക്കാഹിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സ് എൻ്റെ ഷേസിൻ്റെ ആണ് കേട്ടോ. എലഗൻസ ലോൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാണ്. ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മെറ്റീരിയലായിരുന്നു, അപ്പോൾ അവരെന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നാസ്മിൻ ഹെവി എംബ്രോയ്ഡർഡ് ദുപ്പട്ടയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തോന്നി കേട്ടോ. ഇതാണ് ഷേസിൻ്റെ ഡ്രസ്സ്. ഷേസിൻ്റെത് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ വരുന്ന ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഹെവി എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ചുരിദാർ സെറ്റാണ്. ഇതിലേക്ക് ഇതാ പലാസോ പാൻറ്റാണ് വരുന്നത്. പിന്നെ ഇതിലേക്കുള്ള ദുപ്പട്ട സെറി എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്, ജോർജറ്റ് ദുപ്പട്ടയും കൂടെയാണ്. എലഗൻസ ലോൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 25-നായിരുന്നു കേട്ടോ നിക്കാഹ്. അപ്പോൾ അന്ന് ഉച്ചൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞാനും മക്കളൊക്കെ അങ്ങോട്ട് പോയിട്ടോ. അസ്കർക്കും ഉപ്പയൊക്കെ നിക്കാന് പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നിക്കാന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ആണുങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ നിക്കാന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. ഇത് അമ്മാവൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു നിക്കാഹാണ് കേട്ടോ. അപ്പം നമ്മൾ ഗൾഫിലുള്ളവരൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കസിൻസൊക്കെ കുറേ പേരൊക്കെ ഗൾഫിലാണ്. പിന്നെ ഒരു അമ്മാവന് ഗൾഫിലാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് മിസ്സിങ് ആണ് കേട്ടോ ഈ ഒരു നിക്കാഹിന്. അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ ഡ്രസ്സ്. ചെക്കൻ്റെ അവിടെ നിന്ന് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം അവർ ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് നമ്മളവിടെ പാർട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ പെണ്ണിന് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതാണ് കല്യാണപ്പെണ്ണ്. ഷേസിത അവിടെ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ഒക്കെ തലേദിവസം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ചുവന്നൊന്നും വന്നില്ല കേട്ടോ. അപ്പം ഇനി പിന്നെ നല്ല ചുവക്കണ ഒരു ട്യൂബ് കിട്ടിയപ്പം അതുകൊണ്ട് മൈലാഞ്ചി ഇടുകയാണ്.
തലേ ദിവസം തന്നെ ഫുള്ള് കയ്യിലൊക്കെ മൈലാഞ്ചിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നടന്നിട്ടില്ല, ഓരോ തിരക്കായിട്ട് പോയി. ഫെമി മോളി ഇപ്പോൾ വരികയാണ് കേട്ടോ. ഉമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ താനിയൊക്കെ ശേഷം മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അന്ന് വന്നിട്ടാണ് കേട്ടോ പിന്നെ മൈലാഞ്ചിയൊക്കെ ഇടുന്നത്. പിന്നെ വൈകുന്നേരമാണ് പരിപാടി. പിന്നെ പെട്ടെന്നുള്ളതായതുകൊണ്ട് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇത് ആദിവക്കുട്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ്. ആദിവക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ അവൾ ഒന്നും കേടുവരുത്താതെ നല്ല രീതിക്ക് ഇരുന്ന് വരുന്നുണ്ട്. ഓരോ കൈകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊക്കെ ഷേഴ്സയും കുറച്ച് പേർക്കൊക്കെ ഷേഴ്സ് ഇട്ട് കൊടുത്തു. ഇനി ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ആ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായി. അതിവക്കുട്ടി ഇതവിടെ റെഡി ആവുന്നുണ്ട്. സുന്ദരി ഇവിടെ നോക്ക്. അതിവു മുണ്ടൂലാന്നോ? ആ ഇല്ലാന്നോ? അതിവു മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിൻ്റെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് റീൽ എടുത്തിട്ടുണ്ടായിരുന്നത്, അമ്മാവൻ്റെ വീട്ടിൽ നിന്നാണ്. തറവാടും അമ്മാവൻ്റെ വീടൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇതാണ് ഷേസിൻ്റെ ഡ്രസ്സ്. ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അമ്മാവൻ്റെ വീട്ടിൽ വന്നാണ് കേട്ടോ. താഴെ തന്നെയാണ് തറവാട്, ഇതാ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ തറവാട്ട് വീട്ടിൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വന്നതാണ്. അപ്പോഴേക്കും കല്യാണപ്പെണ്ണിൻ്റെ ഷിഫ എന്നാണ് ഞങ്ങൾ വിളിക്കുക കേട്ടോ. ഷിഫൻ്റെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുത്തേണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഗസ്റ്റാണല്ലോ, അപ്പോൾ ഞങ്ങളും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കട്ടെ. അപ്പം ഏകദേശം അവർ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ചേർസ്. അപ്പോൾ ഇതാ ചെക്കനും ടീമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെക്കൻ അതാ ഐവറി കളർ ഡ്രസ്സ് ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ചെക്കൻ കേട്ടോ. ഫർസീൻ എന്നാണ് ചെക്കൻ്റെ പേര്. സാധാരണ പെണ്ണിനെ ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് പാട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് പഠിച്ചിട്ട് പാടലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ അത് മിസ്സായി. കാരണം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നാണ് നിൽക്കാനുണ്ടായത്. പിന്നെ അതുമല്ല കസിൻസൊക്കെ കുറേ പേര് മിസ്സിങ് ആണ്. കുറേ പേര് ജോലി സ്ഥലത്തും അതുപോലെ തന്നെ ഒരു ഗൾഫിലൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് അത് മിസ്സായി. എന്നാലും ഇവളെ ഇറക്കിയ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പാടണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ മഹർ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയണ തട്ടിക്കൂട്ട് പാട്ടുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാടി. പക്ഷേ വീഡിയോ എടുത്ത് ആരും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാണ് പാടണോ പാടണ്ടേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇനി കല്യാണത്തിന് കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പാടാം, ഇപ്പോൾ കൊളാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ പാടിപ്പോയി കേട്ടോ.
ഞാലിയാലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവും വിട്ട് ദുനിയുടെ മരവിൽ മുഹബത്തലല്ലേ സിരി. അങ്ങനെ ഞങ്ങൾ പാടിയൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടോ, റിപ്പീറ്റ് അടിച്ചൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് ഉമ്മാൻ്റെ അനിയത്തിമാരും ഇളയമ്മയും, അതായത് ഷിഫൻ്റെ അമ്മയും, പിന്നെ ഉമ്മാൻ്റെ നാത്തുമാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിയിട്ട് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനിടയിൽ വന്നവർക്കൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെക്കൻ്റെ അവിടുന്ന് വന്നവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ വീട്ടുകാരുടെ സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിപ്പോൾ വന്നിട്ടുണ്ട്. അവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളവിടെ ഗാലറിയിൽ ഇരുന്നിട്ട് അവർ ട്രോളിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിക്ക് ഏകദേശം അവസാനിച്ച് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിക്കാഹ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.